ഹലോ! എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു ബ്ലോഗിൻ്റെ ഇടയിൽ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ എൻ്റെ മുടി ഭയങ്കരമായിട്ട് തന്നെ കൊഴിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ ഈ മുടി കൊഴിച്ചിലുകൊണ്ട്. അപ്പോൾ ഞാൻ ഒരു പാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ തേച്ചിട്ടുമുണ്ട്. അപ്പോഴേക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി ഒന്നത് കാട്ടിത്തരാമെന്ന്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാക്കാണ്. മുടി കൊഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ഈ ചുരുണ്ട മുടി ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചെങ്കിലും ഉള്ളായിട്ട് തോന്നുന്നത്. ഇല്ലാച്ചെങ്കിൽ നീണ്ട മുടിയാണ് വെച്ചെങ്കിൽ പെട്ടേനെന്ന് പറയാം. ഇപ്പൊക്ക് ചുരുണ്ട മുടി ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കൊഴിച്ചിലിനൊക്കെ നല്ല എഫക്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാക്കാണ്. അപ്പം ഞാൻ പാക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കണത് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ബാക്കി പറയാം. അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടതാട്ടോ ഞാൻ 3 സ്പൂണ് നമ്മളെ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കണം. പിന്നെ പിറ്റത്തെ ദിവസമാണ് നമ്മളത് അരച്ചിട്ട് എടുക്കണത് കേട്ടോ. അപ്പോൾ അതാ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നതാണ് കേട്ടോ. നന്നായിട്ട് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ വേഗം നല്ല രീതിയിൽ തന്നെ ഒന്നത് അരച്ചിട്ട് എടുക്കണം കേട്ടോ. അതിൽ തരിയൊന്നും ഇല്ലാത്ത കോലത്തിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അരച്ചിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കുമ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഈ പരുവത്തിൽ തന്നെ മതി കേട്ടോ. അതിലേക്ക് ഇതാക്കുന്ന ഒരു 3 സ്പൂണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കോഴിമുട്ടേൻ്റെ വെള്ളമൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ മുടിയൊക്കെ നല്ല വരൾച്ച ഉണ്ടാവാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് ഇതാക്കണു 1 സ്പൂണല്ല 3 സ്പൂണ് ഒരു മുറി ചെറുനാരങ്ങയെന്ന് കിട്ടണ അത്ര പിന്നെ ചെറുനാരങ്ങേൻ്റെ നീരും കൂടി പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല തൈര് ഉണ്ടായിരുന്നു കേട്ടോ. തൈരും കൂടി നമ്മൾ 3 സ്പൂണ് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. നല്ല പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കൂട്ടി കൊടുക്കാനുള്ളത് കോഴിമുട്ടേൻ്റെ വെള്ളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാക്കണോ ഒരു കോഴിമുട്ടേൻ്റെ പിന്നെ വെള്ള കൂടി ഒന്നാണ്ട് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണോ ഈ 5 സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് ഉലുവ, വെളിച്ചെണ്ണ, തൈര്, ചെറുനാരങ്ങയുടെ നീര്, അതുപോലെ കോഴിമുട്ടേൻ്റെ വെള്ളയും കൂടി കേട്ടോ. അപ്പോൾ ഇതാക്കണം ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്നത് അടിച്ച് പരത്തിയെടുക്കണം കേട്ടോ. എല്ലാം ഒരുപോലെ ഇങ്ങോട്ട് ഇതാക്കണം. പിന്നെ നമ്മൾ ഇതെല്ലാം വേറെ വേറെ സംഭവങ്ങളായതുകൊണ്ട് തന്നെ വേറെ വേറെ ആയി നിൽക്കരുത്. അപ്പോൾ അതാക്കണം നമ്മളെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ഇടുന്നതിൻ്റെ മുമ്പ് എന്താ ചെയ്യുന്നറിയാം, നമ്മൾ മുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ വേറെടുത്തിട്ട് ഇരിക്കണം. ഇപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ കേട്ടോ വേറെടുത്തിട്ട്. ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പെട്ടെന്ന് വേഗം വേഗം കട്ടാവും. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ വേറെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇടുന്നതിന് മുമ്പേ എന്നല്ല നമ്മൾ എന്താ പ്രശ്നം വെച്ചാലുണ്ടല്ലോ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു കേട്ടോ. തലയ്ക്ക് ഭയങ്കര ചൊറിച്ചിൽ. എന്നാൽ പേനൊന്നിട്ടില്ല താനും. താരൻ്റെതായിരിക്കും. താരനുണ്ട് കേട്ടോ തലയിൽ. അപ്പോൾ താരൻ്റെതാവും എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് മുടി കൊഴിക്ക് സങ്കടമാവും എൻ്റെ മുടി കൊഴിഞ്ഞിട്ട്. അപ്പോൾ തേക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുക, ചിലയേട്ടൻ പറഞ്ഞു തന്ന ഐഡിയ കേട്ടോ. അവരുടെ അടുത്ത് ആ വട്ടച്ചെറുപ്പ് ഉണ്ടാവുമല്ലോ, നമ്മളെ ആണുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വട്ടച്ചെറുപ്പുണ്ടല്ലോ. അവരൊക്കെ ഇങ്ങനെ ഇതേപോലെ ഉലുവ അരയ്ക്കാനും പിടിക്കാനും ഒന്നും ഒരു നിൽക്കില്ല. അവരെന്താ ചെയ്യുക, വേഗം പോയിട്ടൊരു ഷാമ്പു വാങ്ങും. ഡാൻഡ്രഫിനുള്ള ഷാമ്പു വാങ്ങും. അത് തേക്കുന്നതിൻ്റെ മുമ്പേ ഇങ്ങനെ അവരെന്താ ചെയ്യുകയെന്നറിയോ, ഏട്ടനൊക്കെ എന്താ ചെയ്യുക, ഷാമ്പു തലയിൽ തേച്ച് പിടിപ്പിക്കുക ആദ്യം. എന്നിട്ട് ഒരിടത്ത് ആ വട്ടച്ചെറുപ്പുണ്ട്, പുരുഷന്മാരൊക്കെ ചെയ്യുന്ന വട്ടച്ചെറുപ്പുണ്ടല്ലോ, അത് എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ കച്ചേരങ്ങനെ ചെയ്യും. നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. നനഞ്ഞെല്ലാകുമ്പോൾ നമുക്ക് അത് ഡാമേജ് വരും. തലയോട്ടിലൊക്കെ പകരം മുടി കൊഴിയാനൊക്കെ സാധ്യത കൂടും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഇത് തേക്കുന്നതിന് മുമ്പ് നമ്മളെ താരനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ പേനൊന്നുമില്ല, എന്നാലും പേൻ ചീർക്കൊണ്ടൊന്ന് ചെയ്യാൽ നമ്മളെ ഒന്ന് താരനൊക്കെ പ്രസ്സായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളകിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചീകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലയോടൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളകിയിട്ടുണ്ടാവും. താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതുപോലെ ഒന്നുണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ തലയിൽ നിറയെ ഫാനുള്ള പോലെയാണ് ചൊറിച്ചിൽ. എന്തായാലും ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ തലയിൽ ചൊറിച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവര് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു യൂസ് കൊണ്ടൊന്നും നമുക്ക് കാര്യം കിട്ടുമെന്ന് തോന്നണില്ല. അപ്പോൾ ഒരു 2-3 തവണയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഏത് പാക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഒറ്റ പാക്ക് കൊണ്ടുള്ള റിസൾട്ട് അതുണ്ട്. നമ്മളെ ചെറുപയറും ഉലുവയും ഒക്കെ ഇട്ടിട്ട് അന്ന് ഞാൻ ആദ്യം ഒരു വീഡിയോ കണ്ടിട്ടില്ല. അത് നമുക്കൊരു യൂസ് തന്നെ നല്ല പിന്നെ മാറ്റം കാണാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഞാൻ ഏതായാലും തലയോടൊക്കെ നല്ലോണം ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്, ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പാഞ്ചെറുപ്പ് കൊണ്ട് ചെയ്യി കഴിഞ്ഞാൽ അതിലും വലിയ മസാജ് ഉണ്ടല്ലേ. ഈ വർത്തമാനം പറഞ്ഞിരിക്കണില്ല, വേഗം തേക്കട്ടോ ഓരോ ഭാഗമായിട്ട്. പിന്നെ മുടീൻ്റെ അടിയിക്കൊന്നും തേക്കണമെന്നില്ല, പകരം പിന്നെ നമ്മളെ തലയോട്ടിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ അത് അധികം വെള്ളമായിട്ടില്ല, പിന്നെ വെള്ളമാക്കി ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ അരച്ചെല്ലൊക്കെ ഉണ്ടല്ലോ, കുറച്ച് മുറുക്കത്തിൽ തന്നെയാണ് കേട്ടോ, കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ, ഒലിക്കൊന്നുമില്ല. അപ്പോൾ അതാക്കണം നമ്മൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. ഒരു 20 അരമണിക്കൂർ ഇരിക്കാൻ പറ്റുന്നവർക്ക് ഇരിക്കുക, ചുരുങ്ങിയത് ഒരു 20 മിനിറ്റെങ്കിലും നമ്മളെ തലയിൽ വെച്ച് പിടിച്ചിരിക്കണം കേട്ടോ. ഇതൊന്നും ഞാൻ അരിച്ചിട്ടില്ല കേട്ടോ, നല്ലോണം തന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകി കളയാച്ചിട്ടാണ്. സാധാരണ ഞാൻ താളി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നന്നായിട്ട് അരിക്കലുണ്ട്. ഇത് പരിക്കുന്നു വേണ്ടത് കുറച്ച് മുറുക്കത്തില്ല, ഇത് അരിച്ചാൽ കിട്ടില്ലല്ലോ, അപ്പം അതുകൊണ്ടാണ്. എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ, ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി നമുക്ക് തലയോട്ടിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തെടുക്കാം കേട്ടോ. വല്ലാതെ ആയിട്ട് അതിഥിയല്ല, എന്താ ഒരു മയത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ മുടിയൊക്കെ പൊട്ടിപ്പോകും. ഒരു പതുക്കെ സാവകാശം ഒന്ന് ചെയ്തെടുക്കാം. ഇത് മതി, അടിയിലൊന്നും ആക്കണമെന്നില്ല. എന്താ ഒന്നാണ്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ, തലയോട്ടിൽ മാത്രം തേച്ചെടുത്താൽ മതി. കൊഴിച്ചിലും ധാരണയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഇനി ബാക്കിയിട്ട് കേട്ടോ, ഇതിനി ഞാൻ മോളുണ്ട് ഇവിടെ, അവൾക്കും തേച്ച് കൊടുക്കാം. ഇരിക്കട്ടെ. അപ്പോൾ അതാ ഞാൻ തലമുടിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട്, മുടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പിടിച്ചാലൊക്കെ നല്ലൊരു മയമാണ് ഇപ്പം മുടി. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറാൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. മുടിക്ക് നല്ലതാണ്. ഇതിലിപ്പം മുടിക്ക് കേടായിട്ടുള്ളതെന്ന് പറയാനൊന്നുമില്ല. ചെറുനാരങ്ങ ഒന്നിച്ച് മാത്രം ഒറ്റയ്ക്ക് തേക്കുമല്ലോ, അത് മാത്രം തേക്കുമ്പോഴാണ് നമുക്ക് നിരക്കൊക്കെ ഉള്ള പ്രശ്നം ചില മുടിക്ക് വരിക കേട്ടോ. അപ്പോൾ അത് വേറെ എന്തെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോണില്ല. ബാക്കിയുള്ള എല്ലാതും നമ്മളെ മുടിക്ക് നല്ല പിന്നെ എന്താ പറയുക, മുടിക്ക് നല്ല ഗുണം ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിയാണെന്നുണ്ടെങ്കിൽ ആ കൊഴിച്ചിലൊന്ന് നിൽക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ തേക്കാൻ തുടങ്ങിയത്. ഇപ്പോഴേക്ക് നല്ല റിസൾട്ട് ഉണ്ട്, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ